ഇന്ന് ഈ ടെക്നോളജി നമ്മുടെ കേരളത്തിൽ വളരെ കുറച്ച് ഹോസ്പിറ്റലുകളിൽ വന്നിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഇന്ന് ഈ കിംസ് വെലിയത്ത് ഹോസ്പിറ്റലിൽ ഈ ഒരു സിസ്റ്റം ഉണ്ടായത് കൊണ്ടാണ് ഞാൻ എൻ്റെ ഫാദറിനെ ഇവിടെ തന്നെ കൊണ്ടുവന്ന് ഈ ഒരു സർജറി ചെയ്യിപ്പിച്ചത്. നമസ്കാരം, എൻ്റെ പേര് ഡോക്ടർ ഹാഷ്മി എ ഹംസ. ഞാൻ ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത് നമ്മുടെ കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളിയിലുള്ള കിംസ് വെലിയത്ത് ഹോസ്പിറ്റലിലാണ്. ഇപ്പോൾ എൻ്റെ ഫാദർ ഇവിടെ നമ്മുടെ കിംസ് വെലിയത്ത് ഹോസ്പിറ്റലിൽ അണ്ടർ ന്യൂറോ സർജറി ഡിപ്പാർട്ട്മെന്റിൽ അഡ്മിറ്റ് ആണ്, അണ്ടർ ഡോക്ടർ അംജദ് സർ. എൻ്റെ ഫാദർ ഒരു ക്യാൻസർ പേഷ്യൻ്റ് ആയിരുന്നു. ഒരു 1 year ആയിട്ടൊരു ലോങ് ട്രീറ്റ്മെന്റ് ലണ്ടനിലായിരുന്നു. ഇപ്പോൾ റീസെന്റ് ആയിട്ട് എൻ്റെ ഫാദറിന് നമ്മുടെ ക്യാൻസറിന്റെ കോംപ്ലിക്കേഷൻ ആയിട്ട് തലച്ചോറിൽ ചില മുഴകൾ, ചില ലീഷൻസ് വന്നു. ഇവിടെ അണ്ടർ ഡോക്ടർ അംജദ് സാറിന്റെ അണ്ടറിൽ ഇപ്പൊ 1 week ആയി സർജറി കഴിഞ്ഞിട്ട്. ഞാൻ എന്താണ് ഇവിടെ കിംസ് വെലിയത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നെന്നാൽ, ഇന്ന് ന്യൂറോ സർജറിയിലെ ലേറ്റസ്റ്റ് ടെക്നോളജിയായ ന്യൂറോ നാവിഗേഷൻ സിസ്റ്റം ഉണ്ട്. ഈ ന്യൂറോ നാവിഗേഷൻ സിസ്റ്റം എന്താണെന്ന് വെച്ചാൽ ഞാനൊന്ന് പറയാം. നമ്മൾ ഇമേജ് ഗൈഡഡ് ആയിട്ട് സർജറീസ് ചെയ്യുക. നമ്മളിപ്പം ലാപ്രോസ്കോപ്പി ഒക്കെയാണ് നമ്മൾ ലേറ്റസ്റ്റ് ടെക്നോളജി ആയിട്ട് സാധാരണ ജനങ്ങൾ കേട്ടിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ബ്രെയിൻ സർജറിയുടെ കാര്യത്തിന് ഈ ന്യൂറോ നാവിഗേഷൻ സിസ്റ്റം ഒരു ലേറ്റസ്റ്റ് ടെക്നോളജിയാണ്. ഇമേജ് ഗൈഡഡ് ആണ് ഈ സിസ്റ്റം എന്ന് വെച്ചാൽ നമ്മൾ ഓപ്പറേഷന് മുൻപ് നമ്മുടെ തലച്ചോറിന്റെ സർജറിക്ക് മുൻപ് നമ്മൾ CT അല്ലെങ്കിൽ MRI പോലുള്ള സ്കാനിങ് എടുക്കും. ഈ സ്കാനിങ്ങിന്റെ ഇമേജുകൾ നമ്മൾ സർജറി ചെയ്യുന്ന സമയത്ത് ഈ ന്യൂറോ നാവിഗേഷൻ സിസ്റ്റത്തിന്റെ ഹെൽപ്പോട് കൂടി ഒരു റിയൽ ടൈം ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. എന്ന് വെച്ചാൽ സർജറിയുടെ സമയത്ത് ചെയ്യുന്ന ന്യൂറോ സർജന് ഈ MRI അല്ലെങ്കിൽ CT നമുക്ക് കണ്ടുകൊണ്ട് കറക്റ്റ് ആയിട്ട് ഈ മുഴയുടെ, ഈ ട്യൂമറിന്റെ സ്ഥാനം നിർണയിച്ചും വളരെയധികം കൃത്യതയോട് കൂടി ഈ സർജറി ചെയ്യാൻ പറ്റും. അപ്പൊ കൃത്യമായി പറഞ്ഞാൽ ഈ ഒരു ലേറ്റസ്റ്റ് ടെക്നോളജി നമ്മൾ വരുന്നത് കൊണ്ടെന്ന് വെച്ചാൽ നമ്മുടെ പേഷ്യൻസിന് വളരെ കംഫർട്ടബിൾ ആയിരിക്കും. നമ്മുടെ തലച്ചോറിന് ഏൽക്കുന്ന ആഘാതം വളരെ കുറവായിരിക്കും. അതായത് ഹെൽത്തി ആയിട്ടുള്ള ടിഷ്യൂസിനൊന്നും നമ്മൾക്ക് ഒന്നും സംഭവിക്കാതെ കറക്റ്റ് ആയിട്ട് ഈ ട്യൂമർ, ഈ ലീഷന്റെ സ്ഥാനം നിർണയിച്ച് ലെസ് ഇൻവേസീവ് ആയിട്ട് നമുക്ക് സർജറി ചെയ്യാൻ പറ്റും. ഇന്ന് ഈ ടെക്നോളജി നമ്മുടെ കേരളത്തിൽ വളരെ കുറച്ച് ഹോസ്പിറ്റലുകളിൽ വന്നിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഇന്ന് ഈ കിംസ് വെലിയത്ത് ഹോസ്പിറ്റലിൽ ഈ ഒരു സിസ്റ്റം ഉണ്ടായത് കൊണ്ടാണ് ഞാൻ എൻ്റെ ഫാദറിനെ ഇവിടെ തന്നെ കൊണ്ടുവന്ന് ഈ ഒരു സർജറി ചെയ്യിപ്പിച്ചത്. സർജറിയുടെ ശേഷം കോംപ്ലിക്കേഷൻ കുറവായത് കൊണ്ട് തന്നെ റിക്കവറി വളരെ ഫാസ്റ്റ് ആയിരിക്കും. ഹോസ്പിറ്റൽ സ്റ്റേ വളരെ നമുക്ക് കുറച്ച് ദിവസങ്ങൾ മതിയാകും. പിന്നെ ഹെൽത്തി ആയിട്ട് പെട്ടെന്ന് തന്നെ പേഷ്യന്റിന് നോർമൽ ഡേ ടു ഡേ ആക്ടിവിറ്റീസിലേക്ക് വരാൻ പറ്റും. അതായത് മറ്റുള്ള ഒരു ഇൻവേസീവ് ആയിട്ടുള്ള സർജറിനെക്കാട്ടിലും റിക്കവറി പീരീഡ് വളരെ കൂടുതലായിരിക്കും. ഇതൊക്കെയാണ് ഈ ഒരു സർജറിയുടെ മെച്ചപ്പെട്ട സൈഡ്.